ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയോടെ നല്ലൊരു കാറ്റും മഴയൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. അതേ തുടർന്ന് നമ്മുടെ മഞ്ഞപ്ര ജംഗ്ഷനിലുള്ളൊരു തണൽ മരം കടപുഴകി വീണു. ഇന്ന് ഞായറായതുകൊണ്ടും ഉച്ചയ്ക്ക് തിരക്ക് കുറഞ്ഞ സമയമായതുകൊണ്ടും വലിയൊരു അപകടമാണ് ഒഴിവായത്. മഞ്ഞപ്ര ജംഗ്ഷനിലെ സവിത സ്റ്റേഷനറി കടയുടെ ഫ്രണ്ടിലേക്കാണ് ഈ മരം കടപുഴകി വീണത്. അവരുടെ കടയുടെ ഫ്രണ്ടിലെ ഡ്രസ് വർക്ക് ഭാഗികമായി നശിച്ചിരിക്കുകയാണ്. സൺഡേ ഉച്ചയോടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിലെ മുൻപിലെ സാധനങ്ങളൊക്കെ ഒതുക്കുന്നതിനിടയിലാണ് ഈ അപകടം നടന്നത്. ഇതിനിടയിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതുകൂടാതെ ഈ മരത്തിന് കടയ്ക്ക് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഉച്ചയോടെ കച്ചവടം നിർത്തി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ചേട്ടനും രക്ഷപ്പെട്ടിരിക്കുന്നു. സാധാരണ ഒരു ദിവസം ഒത്തിരി ആളുകളും കുട്ടികളും നിരവധി വാഹനങ്ങളും പാസ് ചെയ്യുന്ന ഒരു വഴിയാണ്. മഞ്ഞപ്ര വടക്കുംഭാഗം ജംഗ്ഷനിൽ വർഷങ്ങളായിട്ട് തണലേകിയിരുന്ന ഒരു മരമാണ്. 40 വർഷത്തിലേറെ പ്രായമുണ്ട് ഈ മരത്തിന്. 1985 ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ് നട്ടൊരു തൈമരമാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. മരമൊടിഞ്ഞതിനെ തുടർന്ന് ഫയർഫോഴ്സുകാർക്കും KICBക്കാർക്കൊക്കെ നല്ല പണിയാണ് കിട്ടിയത്. ഇതിലെ ഗതാഗതവും പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരുന്നു. ഈ കാറ്റിനെ തുടർന്ന് KICBക്കാർക്ക് മറ്റു പല സ്ഥലങ്ങളിലും ലൈനിൽ പണി കിട്ടിയതിനെ തുടർന്ന് അവർ വരാൻ അല്പം വൈകിയിരുന്നു. എന്നിരുന്നാലും അവർ വന്ന ഉടനെ കേബിളുകളൊക്കെ കട്ട് ചെയ്ത് പോസ്റ്റ് റോഡിൽ നിന്ന് ക്ലിയർ ആക്കുന്നുണ്ടായിരുന്നു. ഈ വാഗമരം മുറിക്കൽ ഇച്ചിരി കഠിനമായിരുന്നു. തുടക്കമൊക്കെ എളുപ്പമായിരുന്നു. മരത്തിൻ്റെ കട എത്തിയപ്പോൾ നല്ല കഠിനമായ പ്രയത്നത്തിലൊടുവിലാണ് കട്ട് ചെയ്യാൻ സാധിച്ചത്. ആ മരം മുറിക്കുന്ന ടാസ്കിനേക്കാളും വലിയൊരു ടാസ്ക്കായിരുന്നു ആ മരം റോട്ടിൽ നിന്ന് മാറ്റുന്നത്. JCB ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അവരുടെ വാഹനം ഉപയോഗിച്ച് തന്നെ റോഡിൽ നിന്ന് കെട്ടിവലിക്കുകയായിരുന്നു. റോഡിൻ്റെ നടുക്കിൽ നിന്ന് അവരുടെ വാഹനം ഉപയോഗിച്ച് റോഡിൻ്റെ ഒരു സൈഡിലേക്ക് കെട്ടിവലിച്ച് തടി ഒതുക്കിയിടുകയായിരുന്നു. ഈ മരം മുറിക്കുന്ന കർത്തവ്യത്തിൽ ഫയർഫോഴ്സുകാർക്കൊപ്പം തുടക്കം മുതൽ അവസാനം വരെ മഴയൊന്നും വകവയ്ക്കാതെ അവരിൽ ഒരാളായിട്ട് പ്രവർത്തിച്ച നാട്ടിലെ സെൽവൻ എന്ന ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അങ്ങനെ നീണ്ട കുറച്ച് മണിക്കൂറുകൾക്കൊടുവിൽ 4 മണിയോടുകൂടി ഫയർഫോഴ്സ് ഗതാഗതം പുനഃസ്ഥാപിച്ചു.